ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2026 കർക്കിടക മാസം, അതായത് രാമായണ മാസത്തെക്കുറിച്ചാണ്. രാമായണ മാസത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പറയുന്നുണ്ട്. രാമായണം എങ്ങനെ ജപിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം. പിന്നെ ഒരു അത്ഭുതകരമായ, ആരും പറഞ്ഞു തരാത്ത ഒരു ദിവ്യ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അത് ഈ രാമായണ മാസം മുഴുവൻ ആര് ജപിച്ചാലും ഒരു വലിയ സമ്പത്തിന് ഉടമയാകുമെന്നുള്ളതാണ്. അതോടൊപ്പം ഹനുമാന്റെ ഒരു ശത്രുരക്ഷയ്ക്കായിട്ടുള്ള ഒരു ദിവ്യ മന്ത്രവും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ രാമായണം മാസത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. മുഴുവൻ കാണുക. ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ സമ്പത്ത്, ഐശ്വര്യം, ശത്രുവിജയം, ജോലിയിൽ ഉയർച്ച, സർവ്വ അനുഗ്രഹങ്ങളും, പുതിയ വീട്, ഭൂമി എല്ലാം വന്നു ചേരുന്ന ആ രാമായണ മാസത്തിലെ ആ രാമായണ പാരായണത്തിന്റെ രഹസ്യങ്ങളും എല്ലാം, പിന്നെ ചില ദിവ്യ മന്ത്രങ്ങളും, ആരും പറഞ്ഞു തരാത്ത ചില ദിവ്യ മന്ത്രങ്ങളൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇത് വർഷത്തിൽ ഒന്നേ ഈ രാമായണ മാസത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തുള്ളൂ. അത് നിങ്ങൾ എത്ര സമയമാണെങ്കിലും അത് നിങ്ങളിരുന്ന് കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതോടെ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. ഇതിന് ഞാൻ എനിക്കിത് പറയാൻ പറ്റുന്നതിന് ഗുരുക്കന്മാർക്കും സാക്ഷാത് ശ്രീരാമചന്ദ്ര സ്വാമിക്കും പരമേശ്വരനും പാർവതീദേവിക്കും അഗസ്ത്യർക്കും എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറയുന്നു. ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് കേൾക്കുന്നതിനെ പുണ്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്ത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. അപ്പം ഫ്രീ ആകുന്ന അനുസരിച്ച് പറ്റുന്നവർക്ക് ഞാൻ മെസ്സേജ് ചെയ്യും. എങ്ങനെ ചെയ്യുന്നുള്ള രീതിയൊക്കെ നല്ല കാര്യം പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. രാമന്റെ എന്നാലാകുന്ന എല്ലാ കാര്യങ്ങളും, രാമായണ മാസത്തെക്കുറിച്ചും രാമായണം വായിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചും എല്ലാം, എവറിത്തിങ്. ഒരു 2 രഹസ്യ ദിവ്യമന്ത്രം പറയുന്നുണ്ട്. ഒന്ന് സമ്പൽ സമൃദ്ധിക്ക്, വലിയ സമ്പത്തിന്. 2 ശത്രുവിജയത്തിന്. ശത്രുവിജയത്തിന് ഹനുമാന്റെ ദിവ്യമന്ത്രമാണ്. മറ്റേത് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ദിവ്യമന്ത്രമാണ്. അത് ആരും പറഞ്ഞു തരാത്ത ചില മന്ത്രങ്ങളാണ്. അതുകൂടി ഇതിന്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. എനിക്ക് ഇങ്ങനെ ഒരു നിമിഷം തന്നതിന് ഈശ്വരനെ ഞാൻ നന്ദി പറയുന്നു. ഇത്രയും ഒരു ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതിന് ഇപ്പൊ പറയാൻ പോവുകയാണ്. അത് ഈശ്വരനോട് നന്ദി പറയുന്നു. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവേ. രാമായണ മാസം നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ്. നമ്മൾ എല്ലാ വർഷവും രാമായണ മാസം ആചരിക്കും, അല്ലേ? അപ്പോൾ ഈ രാമായണ മാസം എന്തിനാചരിക്കുന്നു, അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ രാമായണ മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സകല സമ്പൽ സമൃദ്ധി, ഐശ്വര്യങ്ങളും ഈശ്വരാധീനവും സർവ്വ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. രാമായണ മാസത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർക്കിടക മാസം നമ്മൾ രാമായണം വായിച്ചാൽ, അല്ലെങ്കിൽ രാമനാമം ജപിച്ചാൽ, ഇപ്പൊ രാമായണം വായിക്കാൻ പറ്റുന്നവർ രാമായണം വായിക്കണം. അപ്പൊ അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ രാമായണം വായിക്കാൻ പറ്റാത്തവർ ഈ രാമായണം വായിക്കുന്നത് കേൾക്കുകയെങ്കിലും ചെയ്യുക. പിന്നെ ശ്രീരാമ രാമ രാമ എന്ന് ജപിക്കാമല്ലോ, അങ്ങനെ ജപിക്കുക. അപ്പൊ രാമായണം വായിക്കുന്നത് ഏറ്റവും പുണ്യം. അത് വായിക്കാൻ പറ്റാത്തവർ അത് കേൾക്കുകയെങ്കിലും ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ചുണ്ടിലും, വായിക്കുന്നവരും വായിക്കാത്തവരും എല്ലാം ശ്രീരാമ രാമ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും വാഗൊണ്ട് പലതവണ ജപിക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് ഞാൻ ദിവ്യമന്ത്രം അതല്ല, ദിവ്യമന്ത്രം തന്നെയാണ് ഇത്. ഞാൻ വേറെ ഒരു 2 ദിവ്യമന്ത്രമാണ് പറയുന്നത്, അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ശ്രീരാമ രാമ രാമ എന്ന് തന്നെ ജപിക്കാൻ പോലും ശ്രമിക്കണം. രാമായണം എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇത്ര പ്രാധാന്യം വന്നത്? രാമായണ മാസത്തിന് അതറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ രഹസ്യം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നത് ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം കൊണ്ട് സാധിക്കും. അല്ലെ രാമായണം
വായിക്കുന്നത് കേട്ടാലും മതി. അല്ലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വായിക്കാത്തവരും ശ്രീരാമ രാമ രാമ എന്ന് ജപിക്കുക. അങ്ങനെ ജപിക്കാമല്ലോ രാമായണം വായിക്കാത്തവർക്കും. പറ്റുന്നവരൊക്കെ രാമായണം വായിക്കുക, അത് അല്ലാത്തവരത് കേൾക്കുക. കാരണം നമ്മൾ ഇതുവരെ ചെയ്തു കൂട്ടിയ ശ്രദ്ധിക്കണം, ഈ നിമിഷം വരെ ചെയ്തു കൂട്ടിയ സർവ പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനങ്ങൾ, കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നമ്മൾ ശ്രീരാമനാമം ജപിക്കുന്നത് കർക്കിടക മാസത്തിൽ, ഇതെല്ലാം നിങ്ങളുടെ ഇതുവരെ ചെയ്ത പാപങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ശാരീരികവും മാനസികവുമായ ആ ചൈതന്യം, ശാരീരികമായ ചൈതന്യവും ആത്മീയ ചൈതന്യം, ആത്മാവിന്റെ ചൈതന്യവും വീണ്ടെടുക്കുകയാണ് ഈ കർക്കിടക മാസത്തിൽ. പറഞ്ഞ മനസ്സിലായോ? നമ്മളുടെ ശാരീരികമായ നമ്മളുടെ ചൈതന്യവും ആത്മീയമായ ചൈതന്യവും വീണ്ടെടുക്കുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. ആത്മീയമായ ചൈതന്യം വീണ്ടെടുക്കുന്നത് ഇതുപോലെയുള്ള രാമായണ പാരായണം, പിന്നെ വഴിപാടുകൾ ഒക്കെ. കർക്കിടക മാസം ചെയ്യുന്ന രാമനാമം ജപിച്ചിരിക്കുന്നവർക്കെല്ലാം ആത്മീയമായ ചൈതന്യം ഉണ്ടാകും, അവരുടെ പാപങ്ങൾ ശമിക്കും. പിന്നെ ശാരീരികമായ ചൈതന്യം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ ഔഷധ സേവകള്, കർക്കിടക കഞ്ഞി, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലതും കർക്കിടക മാസം തന്നെയാണ്. കാരണം ഈ ദഹന പ്രക്രിയ കുറച്ച് നടക്കുന്ന സമയമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് ഔഷധങ്ങൾ സേവിക്കുക, അതൊക്കെ വളരെ ഫലം കിട്ടുന്നതാണ്. കാലപുരുഷന്റെ മനസ്സാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം രാമായണ പാരായണം, അതോടൊപ്പം കർക്കിടക ബലിയുണ്ട്. പിന്നെ കർക്കിടക മാസത്തിലെ ദേവി പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം കർക്കിടക മാസത്തിലെ പിതൃപ്രീതി ലഭിക്കും. കർക്കിടക മാസത്തിലാണ് ബാഹുബലി വരുന്നത്, അല്ലേ? പിന്നെ രാമായണ പാരായണം, സർവ്വ ഐശ്വര്യങ്ങളും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. ദേവീ പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് കർക്കിടക മാസം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം എന്ന് പറഞ്ഞാൽ ആ രാമന്റെ ആ പുണ്യമായ ചരിതമാണ്. ഈ രാമായണം വായിക്കുമ്പോൾ അത് കേൾക്കാൻ ഹനുമാൻ സ്വാമിയും സർവ്വദേവതകളും അവിടെ ആസന്നമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രാമായണം വായിക്കുന്നിടത്ത് വരുമെന്നാണ് പറയുന്നത്. അത്ര പുണ്യമായതുകൊണ്ടാണ് രാമായണ വായന കേൾക്കാൻ ഹനുമാൻ സ്വാമിയും സർവ്വദേവതകളും അവിടെ വരുമെന്നാണ് പറയപ്പെടുന്നത്. രാമായണം എവിടെ വായിക്കുന്നോ അവിടെ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാമായണം വായിക്കുമ്പോൾ മനഃശുദ്ധി ഉണ്ടാകണം, ശരീരശുദ്ധി ഉണ്ടാകണം. പിന്നെ മത്സ്യമാംസാദികളൊക്കെ ഈ ഒരു മാസം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ദഹന പ്രക്രിയ കുറവ് നടക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കർക്കിടക മാസത്തിലെ ഔഷധങ്ങളും കർക്കിടക കഞ്ഞിയൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും ശരീരത്തിനും നല്ലതാണ്, ആത്മീയമായ കാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പം കർക്കിടക മാസത്തിലെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മൾ പറ്റുന്ന ദിവസങ്ങളൊക്കെ ക്ഷേത്ര ദർശനം നടത്തണം. ഈ കർക്കിടക മാസത്തിലെ ക്ഷേത്ര ദർശനം കൊണ്ട് പ്രത്യേക പുണ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം, ദേവി ആയാലും കൃഷ്ണ ആയാലും, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്ന് രാമായണം വായിക്കാം. കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. എന്നിട്ട് വന്നിട്ട് നമ്മൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിരിക്കണം. എന്നിട്ട് നിലവിളക്ക് തെളിയിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു പായില വല്ലതും ഇരിക്കുക, രാമായണം പീഠത്തിലെ വല്ലതും വെക്കാവുള്ളൂ. എന്നിട്ട് മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ശരീരശുദ്ധിയും മനഃശുദ്ധിയോടെ വ്യക്തമായിട്ട് അക്ഷരത്തെറ്റില്ലാതെ കഴിവതും രാമായണം വായിക്കുമ്പോൾ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, നിങ്ങൾക്ക് എത്ര അറിവില്ലാത്തവനാണേലും അറിവുള്ളവരാണേലും ഭഗവാനോടുള്ള നിഷ്കാമമായ ഭക്തി അവിടെ ഉണ്ടാകണം. രാമായണം വായിക്കുന്നതിന് മുമ്പ് ശ്രീരാമ രാമ രാമ എന്നുള്ള ആ നാമം ജപിക്കണം. ഓരോ ദിവസവും വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നതിന് മുമ്പും ചെയ്യണം. ഓരോ ദിവസവും വായിച്ചു കഴിഞ്ഞ അവസാനവും ശ്രീരാമ രാമ 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 എന്നുള്ള മന്ത്രം പറ്റുന്ന അത്ര ജപിക്കണം. അത് ഭഗവാന്റെ സ്മരണയോടുകൂടി അത് ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണമാണ്. പിന്നെ രാമായണം വായിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഗണപതിയെ സ്മരിക്കണം. ആദ്യം ചെയ്യേണ്ടത് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പൊൽപ്പായില വല്ല ഇരിക്കുക, രാമായണം ഒരു പീഠത്തിൽ വെക്കുക.
പിന്നെ മനഃശുദ്ധി ഉണ്ടായിരിക്കുക, നിലവിളക്ക് കത്തിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ഗണപതിയെ മനസ്സുകൊണ്ട് വന്ദിക്കുക. അതിനുശേഷം സരസ്വതിയെ വന്ദിക്കുക, കാരണം സരസ്വതി അറിവിന്റെ ദേവതയും കൂടിയാണ്. പിന്നെ ഗുരു എന്നുള്ള ഈശ്വര സങ്കല്പത്തിൽ ഈശ്വരനെ ഗുരുവായിട്ട് വണങ്ങുക, അല്ല മനസ്സുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കുടുംബ ദേവതയെ വന്ദിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഇഷ്ടദേവത കാണും, അത് കൃഷ്ണനോ ശിവനോ ഭദ്രകാളിയോ ആരും ആയിക്കോട്ടെ. ആ ഇഷ്ടദേവതയെ പേര് പറഞ്ഞ് അവിടെ പേര് പറയണം. അപ്പൊ കൃഷ്ണനാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വന്ദിക്കുന്നു, ശിവനാണെങ്കിൽ പരമേശ്വരനെ വന്ദിക്കുന്നു, അല്ലെ ദേവിയാണെങ്കിൽ പരമേശ്വരിയെ വന്ദിക്കുന്നു, എൻ്റെ ഇഷ്ടദേവതയായ പരമേശ്വരനെ വന്ദിക്കുന്നു എന്ന് മനസ്സിൽ പറയുക. അതിനുശേഷം വാത്മീകിയെ വന്ദിക്കുന്നു, മഹർഷിയായ വാത്മീകിയെ വന്ദിക്കുന്നു. അതിനുശേഷം ആഞ്ജനേയനെ, പരമ ശ്രീരാമഭക്തനും ശ്രീരാമദൂതനും ആയ ഹനുമാൻ സ്വാമിയെ വന്ദിക്കുന്നു. ഇത്രയും വന്ദനം ചെയ്തിട്ട് വേണം രാമായണം ദിവസവും വായിക്കാൻ വേണ്ടി. വായിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം ഓരോ ദിവസവും വായിക്കുന്നു, അതിനു മുമ്പ് ശ്രീരാമ രാമ 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 എന്ന് പറ്റുന്ന അത്രയും ജപിച്ചിട്ട് വായന തുടങ്ങുക. വായന അവസാനിക്കുമ്പോഴും ശ്രീരാമ രാമ 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 മനസ്സുകൊണ്ട് ലയിച്ചു ജപിക്കണം. ഈ രാമ എന്നുള്ള മാ അങ്ങ് നീട്ടണം. നമ്മൾ ഒരുപാട് തിടുക്കപ്പെട്ട് വായിക്കുന്നതിലൊന്നുമല്ല കാര്യം. ഓ ശ്രീരാമ രാമ 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 പറ്റുന്ന അത്രയും നിർത്തി ജപിക്കുക. എന്നുവെച്ചാൽ ഒരുപാട് സ്പീഡ് ജപിക്കേണ്ട, വാക്കുകൾ തിരിയണം, നമ്മുടെ അക്ഷരശുദ്ധി വേണം. അങ്ങനെ ജപിച്ച്, അതായത് വായിക്കുന്നതിന് മുമ്പും ശ്രീരാമനാമം ജപിക്കണം, വായിച്ചു കഴിഞ്ഞ് ശ്രീരാമനാമം ജപിക്കണം ദിവസവും. നമ്മളിപ്പോൾ ഒരു ദിവസം വായന നിർത്തിയിട്ട് അടുത്ത ദിവസം തുടങ്ങുമല്ലോ, അപ്പൊ ആ തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും ദേവതകളെ സ്മരിക്കണം. അതിനുശേഷം ശ്രീരാമ രാമ 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 എന്ന് പറ്റുന്ന അത്രയും, അധിക നേരം ജപിക്കണമെന്നില്ല, പറ്റുന്ന അത്രയും ജപിച്ചിട്ട് വായന തുടങ്ങണം. വായന അവസാനിച്ചു കഴിഞ്ഞു പറ്റുന്ന അത്രയും ജപിക്കണം. ശ്രീരാമ രാമ 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 എന്ന് ജപിക്കുക. കാരണം ഇതിൻ്റെ അത് ഈ രാമ എന്നുള്ള 2 അക്ഷരത്തിനകത്ത് തന്നെ ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ 2 അക്ഷരത്തിനകത്ത് ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വശക്തികളും ഉണ്ട്, നാരായണനുണ്ട്, ശിവനുണ്ട്. അത്ഭുതകരമായ, അതായത് ഈ രാമമന്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്ഭുതമായ രാമമന്ത്ര രഹസ്യമുണ്ട്. അതായത് നിങ്ങൾ നെറ്റിൽ നീം കരോളി ബാബ എന്ന് അടിച്ചു കൊടുത്താൽ മതി. നീം കരോളി ബാബ, അദ്ദേഹം രാമമന്ത്രത്തിലൂടെ അത്ഭുതമായ ഒരുപാട് ശക്തികൾ ഉണ്ടായിരുന്ന മഹാദിവ്യനായിരുന്നു. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, നീം കരോളി ബാബ, ഫുൾ ഡീറ്റെയിൽസ് വരും. എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അതായത് അദ്ദേഹം ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്തതാണ്. അദ്ദേഹത്തിന് പ്രഗത്ഭന്മാരായ ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം ജപിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഓം ശ്രീറാം റാം 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 റാം. നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ രാമ രാമ എന്ന് വരും, അവര് റാം 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 എന്നാ പറയുന്നത്. ഓം ശ്രീറാം റാം 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 റാം. ആ മഹാസിദ്ധം ജപിച്ചിരുന്ന. അപ്പൊ രാമമന്ത്രത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഈ രാമ എന്ന് ജപിക്കുമ്പം രാ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മളുടെ അപാനവായു, അപാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിനുള്ളിലെ മലമൂത്ര വിസർജനാദികളെ സഹായിക്കുന്ന വായുവാണ് അപാനൻ. അപാന വായുവിൽ നിന്ന് ഊർജം രാ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയചക്രത്തിലേക്ക്, പ്രാണൻ കുടികൊള്ളുന്ന ഹൃദയത്തിലേക്ക് ആ ഊർജസഞ്ചാരം ഉണ്ടാകുന്നു രാ എന്ന് പറയുമ്പോൾ. മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ ഹൃദയചക്രത്തിൽ നിന്നും പ്രാണനിലൂടെ ആ ഊർജസഞ്ചാരം സഹസ്രാരത്തിലേക്ക് എത്തി പ്രപഞ്ചവുമായി ലയിക്കുന്നു. രാമ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ആ കുണ്ടലിനിയിൽ ഉണർവുണ്ടാകുന്നു. കുണ്ടലിനിയിൽ ആ ഉണർവുണ്ടാകുകയാണ്. അപാനനിൽ നിന്നും പ്രാണനിലേക്ക് ഊർജസഞ്ചാരം ഉണ്ടായി സഹസ്രാരത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ് ആ ശബ്ദം രാമ എന്ന് പറയുമ്പോൾ. ഈ രാമ എന്ന് പറഞ്ഞ 2 അക്ഷരം മാത്രം ജപിച്ചാൽ പോലും ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ലഭിക്കും. ഈ രാമ എന്നുള്ള 2 അക്ഷരം മാത്രം ജപിച്ചാണ് കാട്ടാളനായ രത്നാകരൻ വാത്മീകിയായ മഹാമഹർഷിയായി തീർന്നത്. ഈ 2 അക്ഷരം മാത്രം ജപിച്ച് നോക്കൂ, ആ 2 അക്ഷരത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് ഓർത്തു നോക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, രാമായണം വായിക്കുന്നതിന് മുമ്പേ ശ്രീരാമ രാമ 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 എന്നുള്ള വ്യക്തമായിട്ട് ഉച്ചരിക്കണം. മനസ്സിലായില്ലേ? രാമ 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 രാം. ഒരുപാട് സ്പീഡിൽ ജപിക്കുന്നതിലൊന്നും അല്ല, ധൃതി വെച്ച് ജപിക്കുന്നതിലൊന്നും കാര്യമില്ല. മനസ്സിരുത്തി ഒരു നേരമെങ്കിലും വിളിച്ചാൽ അത് വിളിയാ. രാമ 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 എന്ന് ജപിച്ചിട്ട് രാമായണം വായിക്കാൻ തുടങ്ങണം. വായിച്ചു കഴിഞ്ഞു
അവസാനിച്ചു കഴിഞ്ഞു വീണ്ടും ജപിക്കണം. ശ്രീരാമ രാമ 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 എന്നുള്ള ക്ലിയർ ആയിട്ട് ഉച്ചരിക്കണം. ആ രാമ എന്നുള്ളതിനകത്താണ് എല്ലാ രഹസ്യവും ഇരിക്കുന്നത്. ഇപ്പൊ രാമമന്ത്രത്തിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ എല്ലാ ഉള്ളില് രാമായണത്തിന് ചില രഹസ്യങ്ങളെ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു രാമനും ഉണ്ട്, രാവണനും ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അത് എന്താണെന്നറിയോ? രാമൻ എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങള്, രാവണൻ എന്ന് വെച്ചാൽ ദുർഗുണങ്ങള്. ഇത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ദുർഗുണങ്ങളെ കളയുക, നമ്മുടെ ഉള്ളിലെ രാവണനെ കളയുക, രാമനെ നമ്മൾ ഉള്ളിൽ സ്വീകരിക്കുക. അതാണ് നമ്മളുടെ ജീവിത വിജയം. അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്നാണ് രാമായണം പഠിപ്പിക്കുന്നത്. അതായത് രാവണന്റെ 10 തലകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10 ദുർഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 10 ദുർഗുണങ്ങളെ. അതായത് കാമം എന്ന് വെച്ചാൽ എന്താ? എന്തിനോടെങ്കിലും ഉള്ള തീവ്രമായ ആഗ്രഹം. അതൊരു അധികാരമായിരിക്കാം, അല്ലെ മറ്റു പല കാര്യങ്ങളായിരിക്കാം. എന്തിനോടുള്ള അതിതീവ്രമായ ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആഗ്രഹം പലപ്പോഴും നാശത്തിലേക്ക് ചെല്ലത്തുള്ളൂ. കാമം വെച്ചാൽ അതിതീവ്രമായ എന്തിനോടുള്ളെങ്കിലുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹം പലപ്പോഴും പല ആപത്തുകളെയും വിളിച്ചു വരുത്തും. കാമം. ക്രോധം എന്ന് വെച്ചാൽ ദേഷ്യം. ഈ ദേഷ്യം കൊണ്ട് ദോഷമേ ഉണ്ടാകത്തുള്ളൂ. പല കുടുംബ ബന്ധങ്ങളും നശിച്ചതിന്റെ ഒരു കാരണം, ഞാൻ കൈരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആവശ്യമില്ലാത്ത സമയത്ത് ദേഷ്യപ്പെടലാണ്. ഈ ദേഷ്യം കൊണ്ട് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നശിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല ബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ദേഷ്യം ഒരു പ്രധാന കാര്യമാണ്. അപ്പം ഒരു ദുർഗുണം കാമം, രണ്ടാമത്തേത് ക്രോധം. ഇനിയും മോഹം എന്ന് പറഞ്ഞാൽ ഈ മോഹം കൂടുതലാകുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മൂന്നാമത്തെ ദുർഗുണമാണ് മോഹം. നാലാമത്തെ ലോഭം എന്ന് വെച്ചാൽ അത്യാഗ്രഹം ഉള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഈ അഞ്ചാമത്തെ മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർവ്. ഇപ്പം ചിലർക്ക് ഐശ്വര്യത്തിന്റെ ഗർവ്, ചിലർക്ക് അധികാരത്തിന്റെ ഗർവ്, ചിലർക്ക് അറിവിന്റെ ഗർവ്. അത് ഏതെങ്കിലും ഐശ്വര്യം, അധികാരം ഇതൊക്കെ ഉള്ളപ്പോൾ അതിൽ കൂടി ഉണ്ടാകുന്ന ഒരു അഹങ്കാരം. അതാണ് എനിക്ക് അറിവുണ്ട്, എനിക്ക് വലിയ സമ്പത്തുണ്ട്, എനിക്ക് വലിയ അധികാരമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാകുന്ന അഹങ്കാരമാണ് ഗർവ്. ആ ഒരു ഗർവിനെയാണ് മതം എന്ന് പറയുന്നത്. മതം. പിന്നെ മാത്സര്യം എന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി കൊണ്ട് ജീവിതത്തിൽ നാശം. അത് മത്സരബുദ്ധി വളരെ ഒരുപാട് മത്സരബുദ്ധി വളരെ ഒരു വല്ലാത്ത രീതിയിലായി കഴിഞ്ഞാൽ അവരുടെ എല്ലാ ജീവിതം നശിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സ് എപ്പോഴും ഒരു മനസ്സിൽ കളങ്കം ഉണ്ടായാൽ, അല്ലെ മനസ്സിൽ ദുർചിന്തകൾ വന്നു കഴിഞ്ഞാൽ അത് മതി നശിക്കാൻ. പിന്നെ ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിലല്ലേ തീർന്നു, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും. ചിത്തം തന്നെ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു മനസ്സിന്റെ ഏറ്റവും നൈർമല്യമായ ഒരു അവസ്ഥയാണ്, ഏറ്റവും ലോലമായ അവസ്ഥയാണ് ചിത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ ചിത്തത്തില് നമ്മുടെ ആ ഉള്ളിലെ പോലും വെറുതെ ഇരിക്കുമ്പം പോലും പല ദുഷ്ടചിന്തകളും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആന്തരികമായ ആ മനസ്സിൽ പല ദുഷ്ടചിന്തകളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറമെ നമ്മളത് പ്രവർത്തിക്കും. അപ്പം ആ ചിത്തശുദ്ധി വളരെ അത്യാവശ്യമാണ്. അഹങ്കാരം ഉണ്ടായാൽ അവരുടെ എല്ലാം അധപ്പതനമാണ്. അപ്പൊ ഈ 10 ദുർവാസനകളെയാണ് രാവണന്റെ 10 തലകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓരോ താത്വിക വശങ്ങളാണ് പറയുന്നത് കേട്ടോ. പല വശങ്ങളുണ്ട്. ഞാനീ പറയുന്നത് അതിന്റെ മറ്റൊരു വശമാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ദുർമനസ്, ദുർബുദ്ധി, ചിത്തത്തിൽ അശുദ്ധി ഉണ്ടാകുക, അല്ലെ ചിത്തത്തിൽ ദുർവാസനകൾ ഉണ്ടാകുക, അഹങ്കാരം. ഇങ്ങനെ 10 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ദുർവാസനകളെ ഇല്ലാതാക്കുമ്പോൾ, അത് രാവണനെ ഇല്ലാതാക്കുമ്പോൾ, ആ രാമനാണ് പിന്നെ ഉള്ളിലുള്ളത്. രാമൻ എന്ന് പറഞ്ഞാൽ സ്വാത്വിക ഗുണങ്ങളാണ്. അപ്പം ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണെന്ന് ചോദിച്ചാൽ, ധർമ്മത്തെ എങ്ങനെ പരിപാലിക്കണം, ധർമ്മത്തെ പരിപാലിക്കാത്തവർക്കുണ്ടായ അധപ്പതനം. ഇപ്പം ധർമ്മത്തെ പരിപാലിക്കാത്ത രാവണനുണ്ടായ അധപ്പതനം, ഇതൊക്കെയാണ് നമ്മളെ രാമായണം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളും നമ്മുടെ അച്ഛനോടുള്ള കർമ്മം, നമ്മളുടെ ധാർമ്മികത, അമ്മയോടുള്ള ധാർമ്മികത, ഭാര്യയോടുള്ള ധാർമ്മികത, അല്ലെ ഭർത്താവിനോടുള്ള ധാർമ്മികത, മക്കളോടുള്ള ധാർമ്മികത, തൊഴിലിനോടുള്ള ധാർമ്മികത, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അധപ്പതനം ഉണ്ടാകും എന്നുള്ളതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ധാർമ്മികത പാലിച്ചില്ലെങ്കിൽ അധപ്പതനം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ദുഷ്ടന്മാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അധപ്പതനം ഉണ്ടാകും. ആ
പിന്നെ രാമായണത്തിൽ സംഭവിച്ചതും അത് തന്നെയാണല്ലോ. അതായത് മന്ദരയുടെ വാക്ക് കേട്ടാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ദുഷ്ടന്മാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതപ്പം തന്നെ ഉണ്ടാകും എന്നൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ വാഗ്ദാനം, എപ്പോഴും വാഗ്ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദശരഥന്റെ വാഗ്ദാനമാണല്ലോ എല്ലാത്തിനും അടിസ്ഥാനം. അപ്പൊ ഈ നമ്മൾ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. അതും നമ്മളെ രാമായണം പഠിപ്പിച്ചു തരിക. നമ്മൾക്കൊരു ശ്രദ്ധ ഉണ്ടാക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. മാത്രമല്ല, രാമൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കടമകൾ നിർവഹിക്കുന്ന മര്യാദ പുരുഷോത്തമനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാമനെ പോലെ ആകണമെന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പിതാവിനോടും ഒക്കെ ആ കടമകൾ പാലിക്കണം. രാമൻ മര്യാദ പുരുഷോത്തമനാണ്. നമ്മുടെ കടമകൾ നിർവഹിക്കണം. അതാണ് രാമനിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. മാത്രമല്ല, രാമന് പിതാവിനോടുള്ള ഭക്തി, രാമന്റെ കടമകൾ എല്ലാം രാമൻ നിർവഹിച്ച ആ രാമന്റെ നാമം ജപിക്കുന്നത് തന്നെ പിതൃപ്രീതി ഉണ്ടായി വരും. ശ്രദ്ധിച്ചു കേട്ടോണം, പിതൃപ്രീതി ഉണ്ടായി വരും. പിതൃപ്രീതി ഉണ്ടായാൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും. നല്ല വീട്, നല്ല വാഹനം, നല്ല കുടുംബം. ഈ പിതൃപ്രീതി ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടാത്തത്. രാമനാമം ജപിച്ചാൽ തന്നെ പിതൃപ്രീതി ഉണ്ടാകും. മര്യാദ പുരുഷോത്തമനായ രാമന്റെ നാമം ജപിക്കുന്നത് തന്നെ ജീവിതം മാറുമെന്ന് സാരം. പിന്നെ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് രാമൻ ആദ്യം വിടുകയാണ്. വിട്ടല്ല അവിടുത്തെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ വിടുകയാണ്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യത്തിന് മുമ്പും ആ കാര്യത്തെക്കുറിച്ചൊന്ന് പഠിക്കണം. നമ്മൾ വിശകലനം ചെയ്യണം. പോയി ഒന്ന് പഠിച്ചിട്ട് ആ കാര്യം ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം രാമന്റെ കൂടെ ജീവിതം പങ്കിടുന്ന സീത, അത് വലിയൊരു പാഠമാണ്. ആ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു പത്നി എന്ന് പറഞ്ഞാൽ ദേവതയാണ്, ദേവി തന്നെയാണ്. അത്ര പരിശുദ്ധമാണ് അത്. അങ്ങനെയുള്ള ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എല്ലാ കുടുംബവും രക്ഷപ്പെട്ടു. അപ്പൊ ഇതാണ് രാമായണത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം, ഒരു വശം ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ രാമായണം വായിക്കുമ്പോൾ ഇപ്പം ബാലകാന്ഡം നമ്മൾ ആ ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെ വായിക്കുന്ന കേട്ടാലും, ഭഗവാനോടുള്ള ഭക്തിയോടെ വായിച്ചു കഴിഞ്ഞാലും അല്ലെ വായിക്കുന്നത് കേട്ടാലും ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളതാണ്. അതായത് വിവാഹം നടക്കാത്തവർക്ക് അതിനുള്ള വഴികൾ തെളിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തോ ആയിക്കോട്ടെ, ജോലി, ആഗ്രഹ സാഫല്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയോധ്യാകാന്ഡം ഭക്തി പുരസ്പരം വായിച്ചാൽ, ഭഗവാനിൽ സമർപ്പിച്ച് അത് പാരായണം ചെയ്താൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പുതിയ തൊഴിൽ ലഭിക്കാനും തൊഴിൽ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ അത് ഉപകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ അയോധ്യാകാന്ഡം ഭക്തിയോടെ ഭഗവാനിൽ സമർപ്പിച്ചു വായിച്ചാൽ ബാധാദോഷ ശമനങ്ങൾ, ബാധ എന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, ബാധ, ദാറ്റ്സ് ഓൾ. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെയൊന്നും പോകരുത്. ബാധ അത് ഇതെന്നൊന്നും പറഞ്ഞ് നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, ദാറ്റ്സ് ഓൾ. ഈ ബാധാശമനം, ബാധാദോഷ ശമനം ഉണ്ടാകും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അയോധ്യാകാന്ഡം ഭക്തി പുരസ്കരം ഭഗവാനിൽ സമർപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ? അവിടെ സമർപ്പണമാണ്, ശുദ്ധ മനസ്സോടുകൂടി. അതുപോലെ കിഷ്കിന്ധാകാന്ഡം ഭക്തി പുരസ്കരം വായിച്ചു കഴിഞ്ഞാൽ, പാരായണം ചെയ്താൽ ദുരിതശമനങ്ങൾ, നമ്മുടെ എല്ലാവിധ ദുരിതങ്ങളും മാറാൻ അത് ഉപകരിക്കും എന്നുള്ളതാണ്. സുന്ദരകാന്ഡം വായിച്ചാൽ ദുഃഖ നിവാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ യുദ്ധകാന്ഡം ഭക്തി പുരസ്കരം വായിച്ചു കഴിഞ്ഞാൽ കാര്യസിദ്ധി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോരാട്ടം, നമ്മുടെ തൊഴിലിന് വേണ്ടിയുള്ള പോരാട്ടം, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, അതെല്ലാം യുദ്ധം തന്നെയാണ്. അപ്പൊ യുദ്ധകാന്ഡം ഭക്തിയോടെ രാമായണം വായിക്കുകയോ അത് ഭക്തിയോടെ ശ്രവിക്കുകയോ ചെയ്താൽ പോലും കാര്യസിദ്ധി ഉണ്ടായി വരും എന്ന് മനസ്സിലാക്കുക. ഈ രാമായണ പാരായണം കൊണ്ട് പിതൃപ്രീതി ഉണ്ടായി വരും കേട്ടോ. അത് വലിയൊരു രഹസ്യമാണ്. രാമ എന്നുള്ള മന്ത്രം ജപിച്ചാൽ തന്നെ പിതൃപ്രീതി ഉണ്ടായി വരും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ദിവ്യമന്ത്രം പറഞ്ഞുതരാം. ഓം ക്ലീം നമോ ഭഗവതേ രാമചന്ദ്രായ സകല സമ്പത്കരായ സ്വാഹ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഈ മന്ത്രം നിങ്ങൾ രാമായണം വായിക്കുന്നതോടൊപ്പം രാവിലെയും വൈകിട്ടും നിത്യവും കർക്കിടക മാസം ജപിക്കുക. അല്ലാതെ എല്ലാം അത് കഴിഞ്ഞും ജപിക്കാം. സർവ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ദിവ്യമന്ത്രമാണ്. ഇനി ഒരു ദിവ്യമന്ത്രം കൂടെ പറഞ്ഞുതരാം. ഇത് ശ്രീരാമന്റെ ഹനുമാന്റെ അനുഗ്രഹം കിട്ടും, ശത്രുദോഷങ്ങൾ മാറും, ഭയങ്ങൾ മാറും. അങ്ങനെയുള്ള മന്ത്രമാണ്. ഓം നമോ ഭഗവതേ രാമദൂതായ. ഓം നമോ ഭഗവതേ രാമദൂതായ. ഈ മന്ത്രവും നിങ്ങൾ രാവിലെയും വൈകിട്ടും ജപിക്കുക, രാമായണ പാരായണത്തോടൊപ്പം. അതിനു മുമ്പ് ജപിച്ചാൽ മതി. ഈ രണ്ട് ദിവ്യമന്ത്രം ഇപ്പം പറഞ്ഞു വന്നിരിക്കുന്നത്. ഈ രണ്ട് ദിവ്യമന്ത്രവും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടും എന്നുള്ളതാണ്. ഇനി രാമായണം വായിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ സന്ധ്യാസമയത്ത്, അതായത് അസ്തമനം ഒരു 6:00 എന്ന് വെച്ചു, ഏകദേശം
അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരാം. അപ്പൊ 6:30-ക്ക് 24 മിനിറ്റ് മുമ്പും 6:30 കഴിഞ്ഞ് 24 മിനിറ്റും, അതായത് 6:30-ക്ക് മുമ്പ് 24 മിനിറ്റും 6:30 കഴിഞ്ഞ് 24 മിനിറ്റും, ഈ സമയം രാമായണം കഴിവതും നമ്മൾ ആ സമയത്ത് വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു വൈകിട്ടാണെങ്കിൽ ഒരു 7 മണിയോട് കൂടി തുടങ്ങുന്നതാണ് നല്ലത്. എന്താ അറിയോ കാര്യം? അപ്പം നിങ്ങൾക്ക് പക്ഷേ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും, ആ ഭഗവാനെയുള്ള ഭക്തി പൂർണ്ണമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്തും ഭഗവാൻ സ്വീകരിക്കും. പക്ഷേ എങ്കിലും ഇത് ഇങ്ങനെ പറയാൻ ഒരു ചെറിയ കാരണമുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. കാരണം ഈ ഉദയമല്ല, അസ്തമനത്തിന് 24 മിനിറ്റ് മുമ്പും അസ്തമനം കഴിഞ്ഞ് 24 മിനിറ്റും ഈ ദേവതകൾ, ഹനുമാൻ സ്വാമി, ഇവരൊക്കെ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയമാണ്. സന്ധ്യാസമയത്തൊരു സന്ധ്യാവന്ദനം, അതായത് സന്ധ്യാസമയത്ത് തർപ്പണമൊക്കെ ചെയ്ത് പ്രാർത്ഥന ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവര് ഈ രാമായണ വായന നടക്കുന്നിടത്തെല്ലാം ഹനുമാനും ദേവതകളും അത് കേൾക്കാൻ വന്നിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴൊരു നമ്മളൊരു ഒരു ഒരു ആ സമയം ഒഴിവാക്കി വൈകിട്ട് വായിക്കുവാണെങ്കിൽ ഒരു 7 മണി തൊട്ട് തുടങ്ങുക നല്ലതായിരിക്കും. കാരണം ഈ 5:30 അല്ല, 6-നും 7-നും ഇടയ്ക്കുള്ള സമയം ഒഴിവാക്കി ഒരു 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 അതായത് ഒരു 7 സന്ധ്യയ്ക്ക് വായിക്കുന്ന ഒരു 7 മണി തൊട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലല്ലേ? ആ സന്ധ്യാസമയം ഒഴിവാക്കുക. ഒരു 7 മണി വൈകിട്ട് വായിക്കുമ്പോൾ മാത്രം, അല്ലാതെ പകലൊക്കെ വായിക്കാം, രാവിലെയും വായിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. സന്ധ്യാസമയത്ത് വായിക്കുമ്പം ഒരു 7 മണി തൊട്ട് വായിക്കുക, സന്ധ്യാസമയം ഒഴിവാക്കുക. ഇങ്ങനെ ഒരു 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 പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്തായാലും ഭഗവാനെ ഭക്തിയോടെ എപ്പോൾ വിളിച്ചാലും എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വിളിയിരുന്നു. നിങ്ങളുടെ ഭക്തി, മനഃശുദ്ധി, അതാണ് പ്രധാനം. ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സന്ധ്യാസമയം ഒഴിവാക്കി വൈകിട്ട് സന്ധ്യാസമയം ഒഴിവാക്കി ഒരു 7 മണി തൊട്ട് വായിക്കുക, അതാണ് അത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഈ രാമായണത്തിലാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട്. അത്രി മഹർഷി, ഭരദ്വാജ മഹർഷി, നാരദൻ, വാൽമീകി, വസിഷ്ഠൻ, അതുപോലെ ഋഷ്യശൃംഗൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, ഇങ്ങനെ ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട്. ഈ രാമായണം വായിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. നമ്മൾ അവരെ സ്മരിക്കുകയാണ് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ. അതൊരു വലിയ പുണ്യമാണ്. ഈ മഹർഷീശ്വരന്മാരുടെ ഒരു അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ രാമായണം, ഈ കർക്കിടക മാസം ദേവീ പ്രീതിക്ക് ഏറ്റവും അത്യുത്തമമാണ്. നമ്മൾ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകൾ ദേവീ ക്ഷേത്രത്തിൽ പോവുക, അമ്മയ്ക്കൊരു കടുംബായുസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് ഫലം ഉണ്ടാവും. പിന്നെ ഈ ഏതെങ്കിലും കർക്കിടക മാസത്തിലെ ഏതെങ്കിലും 2 വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ടൊരു ഭഗവതി സേവയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക, പെട്ടെന്ന് ദുരിതങ്ങൾ മാറും. അങ്ങനെ കർക്കിടക മാസം ദേവീ പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ലതാണ് കർക്കിടക മാസം എന്നുള്ളതാണ്. അപ്പം രാമായണ പാരായണം കൊണ്ട് തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിന്നെ ദേവീ പ്രീതിക്കുള്ള കാര്യങ്ങളൂടെ ചെയ്താൽ വളരെ 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 ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പിന്നെ കർക്കിടക മാസത്തിലാണ് കർക്കിടക ബലി, പിതൃപ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല രാമായണ പാരായണം അറിഞ്ഞു ചെയ്താൽ തന്നെ, അത് ഭക്തിയോട് ചെയ്താൽ തന്നെ പിതൃപ്രീതി ഉണ്ടാകും. പിന്നെ അതോടൊപ്പം ഈ കർക്കിടക ബലി അതും കർക്കിടക മാസത്തിലാണ് വരുന്നത്. ഇപ്പൊ എല്ലാം കൊണ്ടും പുണ്യമായ ഒരു മാസമാണ് ഈ കർക്കിടക മാസം, അതായത് രാമായണ മാസം. അതായത് ഈ ജൂലൈ 17-ാം തീയതി 2026 ജൂലൈ 17-ാം തീയതി മുതൽ 2026 ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ് ഈ വർഷത്തെ ഈ രാമായണ മാസം. അതായത് 2026 ജൂലൈ 17-ാം തീയതി ആരംഭിച്ച് 2026 ഓഗസ്റ്റ് 16-ാം തീയതി അവസാനിക്കണം ഈ വർഷത്തെ രാമായണ മാസം. അപ്പൊ നിങ്ങളെല്ലാം ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നുകിൽ രാമായണം വായിക്കും, അല്ലെ രാമായണം വായിക്കുന്ന കേൾക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങൾ ശ്രീരാമ രാമ 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 എന്ന് നിങ്ങൾ ജപിക്കും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഏതൊരു വ്യക്തിയും, എനിക്ക് സംശയമില്ല. കാരണം നമ്മൾ ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മളൊരു ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ എല്ലാ വർഷവും രാമായണ മാസം വരുന്നുണ്ട്, നമ്മൾ രാമായണം വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ അറിഞ്ഞു ചെയ്യുമ്പോഴാണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നത്.
അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള പാപങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പുണ്യമാസം തന്നെയാണ് ഈ രാമായണ മാസം. ആ രാമായണം അത് മാത്രമല്ല, രാമായണത്തിൽ രാമനെ അഭയം പ്രാപിച്ചവർക്കൊക്കെ മോക്ഷവും കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അഹല്യയ്ക്ക് മോക്ഷം കിട്ടി, ജടായുവിന് അതുപോലെ നിങ്ങളും ഈ രാമനെ അഭയം പ്രാപിച്ച് വായിക്കുക രാമായണം. അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്കും ഈശ്വര സാക്ഷാത്കാരം, ജീവിതത്തിൽ സർവ്വസമ്പത്ത ഐശ്വര്യങ്ങളെ, ജീവിത അന്ത്യത്തിൽ ഈശ്വര സാക്ഷാത്കാരം എല്ലാം ഭഗവാൻ നൽകും. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, കാട്ടാളനായ രത്നാകരൻ എന്ന കാട്ടാളൻ, അയാള് ഈ വനത്തില് മറ്റുള്ളവരെ ഉപദ്രവിച്ചും അവരയിലുള്ള സാധനങ്ങളെല്ലാം പിടിച്ചു പറിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്. പിടിച്ചു മേടിച്ചും, അതാണ് ഉദ്ദേശം, പിടിച്ചു മേടിച്ചും ഒക്കെ ജീവിക്കുകയാണ്. അപ്പോഴത്തേന് അയാൾക്ക് ഒന്നും അറിയില്ല. അയാള് സപ്തർഷികൾ ഒരു പ്രാവശ്യം വനത്തിലൂടെ കടന്നു വന്നപ്പം സപ്തർഷികളെ അയാൾ ആക്രമിച്ചു. അപ്പോഴേ സപ്തർഷികൾ ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് കാട്ടാളനായ രത്നാകരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി, എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോഴ് അവര് ചോദിച്ചു, നീ ചെയ്യുന്ന ഈ നീ കൊണ്ടുവരുന്ന ഇത് ഇങ്ങനെ ഈ പിടിച്ചു മേടിച്ചു കൊണ്ടുവരുന്ന അവര് ഭക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവർ അനുഭവിക്കുമോ എന്ന് അവരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം കാട്ടാളം പറഞ്ഞു, ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം, നിങ്ങളോട് നിൽക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. അപ്പോഴാണ് കാട്ടാളന് മനസ്സിൽ അയാൾക്ക് ചെയ്യുന്നത് എന്താണ് എന്നൊരു ബോധ്യം വന്ന് അയാൾ മഹർഷിമാരുടെ പാദത്തിൽ വീണ് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇത്രയും നാൾ ഒരുപാട് കൊലപാതകങ്ങളും ആളുകളെ ഉപദ്രവിക്കുകയും ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ്. രാമ എന്നുള്ള 2 അക്ഷരമാണ് ഉപദേശിച്ചു കൊടുത്തത്. ആ രാമ എന്നുള്ള 2 അക്ഷരം മാത്രം ജപിച്ച് അയാൾ അത്രയും വർഷങ്ങൾ ചെയ്ത കൊലപാതകങ്ങളെ, അയാൾ ചെയ്ത ആളുകൾ ഉപദ്രവിച്ചത്, മോഷണമേ, അയാൾ ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതായെന്നുള്ളതാണ്. അപ്പൊ ഈ രാമ എന്നുള്ള 2 മന്ത്രത്തിന് ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. താരക മന്ത്രമാണ്. അത് ശിവനും ഉണ്ട്, നാരായണയിലെ രായും നമശിവായിലെ മായും എന്നുള്ളതാണ്. വസിഷ്ഠനാണ് രാമ എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത്. ഈ വസിഷ്ഠന്റെ ഗുരുവാണ് കാകാപുശുണ്ടർ. അദ്ദേഹവും ജപിച്ചിരുന്നതാണ് രാമമന്ത്രം. ഈ രാമന് മുമ്പേ രാമ എന്നുള്ള മന്ത്രം ഉണ്ടായിരുന്നു കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഈ രാമമന്ത്രത്തിന്റെ രഹസ്യം ഞാൻ പറഞ്ഞു. രാമ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കുമ്പോൾ തന്നെ അപാനനിൽ നിന്നും ഊർജം, നമ്മുടെ വയറിനുള്ളിലെ അപാനൻ എന്ന് പറഞ്ഞ ആ പ്രാണനിൽ നിന്ന് ഊർജം ഹൃദയക്രത്തിലേക്ക്, പ്രാണനിലേക്ക് വന്ന് മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ സഹസ്രാരത്തിലേക്ക് വന്ന് പ്രപഞ്ചവുമായി ലയിക്കുകയാണ്. അത് തന്നെ മോക്ഷപ്രദമാണ്. രാമ എന്നുള്ള 2 അക്ഷരം, പക്ഷെ മാ ദീർഘിപ്പിക്കണം. രാമ, ആ മായ്ക്ക് നീട്ടമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? രാമ, അതാ ഞാൻ പറഞ്ഞത്, നല്ല അക്ഷരശുദ്ധിയോടെ ജപിക്കണം. ആ രാമ എന്നുള്ള 2 അക്ഷരം മതി നമ്മുടെ തലയിലെടുത്ത് മാറ്റാൻ. അപ്പൊ അങ്ങനെയുള്ള രാമായണത്തില് എത്ര തവണയാ രാമ രാമ എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും തവണ വായിക്കുമ്പോൾ അത്രയും പുണ്യമുള്ളതുകൊണ്ടാണ് അത് കേൾക്കാൻ ആഞ്ജനേയ സ്വാമിയും അത്രയും തവണ, ഒരുപാട് തവണ രാമായണത്തിൽ രാമ രാമ എന്നുള്ള ഉച്ചാരണം വരുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ അത് മഹാപുണ്യമാണ്. അത് കേൾക്കുമ്പോൾ അതിന് ആഞ്ജനേയ സ്വാമിയും ദേവന്മാരും എല്ലാം അത് കേൾക്കാൻ, രാമന്റെ പുണ്യമായ കഥ, രാവണന് മേൽ വിജയം കൈവരിച്ച രാമന്റെ പുണ്യചരിതം കേൾക്കാൻ ആ രാമ എന്നുള്ള മന്ത്രവും രാമ എന്നുള്ള പുണ്യമന്ത്രവും രാവണന്റെ മേലിലുള്ള അധർമ്മത്തിന് മേലുള്ള വിജയവും ആ രാമായണം കേൾക്കാൻ വേണ്ടി ദേവതകൾ വന്നിരിക്കുന്നതിനകത്ത് അതിശയിക്കാനുള്ള കാര്യമുണ്ടോ? കാരണം രാമ എന്ന് പറഞ്ഞ 2 അക്ഷരം തന്നെ അത്ര പുണ്യമാണ്. ഈ രാമായണ മാസത്തിൽ എത്രയോ വീടുകളിൽ ഈ രാമമന്ത്രം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ഈ അന്തരീക്ഷം മുഴുവൻ രാമ രാമ എന്നുള്ള ഈ മന്ത്രം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അത് എത്ര പുണ്യമായൊരു മാസമാണ്. എത്ര ആളുകളാണത് ജപിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. ആ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ മന്ത്രം ലയിക്കുകയാണ്. അത്ര പുണ്യമായ ഒരു മാസമാണ് രാമായണ മാസം. അപ്പം ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ ഈ കാര്യങ്ങളെല്ലാം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലാവുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമന് ഇത്രയും കാര്യം പറയാൻ സാധിച്ചതിന് ആ ഈശ്വരന് നന്ദി പറയുന്നു.
ശ്രീരാമചന്ദ്ര സ്വാമിക്ക് നന്ദി പറയുന്നു, ആഞ്ജനേയ സ്വാമിക്ക് നന്ദി പറയുന്നു, പരമേശ്വരനും പരമേശ്വരിക്ക് നന്ദി പറയുന്നു, ഗുരു അഗസ്ത്യർക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാനും ഈ അവസരത്തിൽ ഭരദ്വാജ മഹർഷി, അത്രി മഹർഷി, നാരദ മഹർഷി, വാൽമീകി, വസിഷ്ഠൻ, ഋഷ്യശൃംഗൻ, വിശ്വാമിത്രൻ, അഗസ്ത്യർ, ഈ മുനി പരമ്പരയെ സ്മരിക്കുന്നു, അവരുടെ പാദങ്ങൾ വന്ദിക്കുന്നു. ഇതെല്ലാം അവരുടെ മഹത്വമാണ്, അവരുടെ അനുഗ്രഹമാണ്. എല്ലാവരും ഈശ്വരൻ നിങ്ങൾക്കെല്ലാം അവരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ 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 ആത്മരാമ ശ്രീരാമ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ രാമ ആത്മരാമ ശ്രീരാമ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നർപ്പവി 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 നർപ്പവി.